ഗൈസ്, സമയം ഇപ്പോൾ ഏതാണ്ട് 12:30 മിഡ് നൈറ്റ് കഴിഞ്ഞു. എമ്പുരാന്റെ ട്രെയിലർ വന്നത് നാളെ ഉച്ചയ്ക്ക് എന്തോ വരുമെന്നാണ് ഞാൻ കേട്ടിരുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കോ എന്തോ വരുമെന്നാണ് കേട്ടത്. ലീക്കായി എന്നാണ് തോന്നുന്നത്. എന്താ പറ്റിയത് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് അയച്ചു തന്നിട്ട് ഒരു ട്രെയിലർ വന്നതാന്ന്. എന്തായാലും കണ്ടു നോക്കാം. 2 ആഴ്ചയായിട്ട് പടവും ഇല്ല, ഒരു പണിയില്ല. അതാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. ഞാൻ പിന്നെ അങ്ങനെ സിനിമയ്ക്കൊന്നും പോയില്ലടേ. പോയി, ബട്ട് വീഡിയോ ചെയ്യാൻ ഇൻ്റർനെറ്റുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഹിയർ ഈസ് അവർ ട്രെയിലർ ഓഫ് ലൂസിഫർ 2 ദി എമ്പുരാൻ. ടീസർ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെയ്തു കാണാടേ. ഒന്നും പറയില്ല. ഞാൻ FDFS ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പടം തീരുമാനിക്കും ലാലേട്ടൻ്റെ ഇനിയുള്ള അങ്ങോട്ട് ഉള്ള കരിയർ. ഇതും തുടരുമൊക്കെയാണ് ലാലേട്ടനെ ഇനി ഇതാക്കാൻ പോകുന്നത്. മുരളി ഗോപി നമുക്ക് ഫസ്റ്റ് പടത്തിൽ തന്നിരുന്ന ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് തന്നിരുന്ന ആ ഒരു ഹൈപ്പും പ്രതീക്ഷയൊക്കെ നിലനിർത്തുമോ? പൃഥ്വിരാജിൻ്റെ അനദർ ഒരു കിടിലൻ ഡയറക്ടോറിയൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഡയറക്ടോറിയൽ, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഡയറക്ടോറിയൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റുമോടെ. ഞാൻ എന്തായാലും ട്രെയിലർ എടുത്തിട്ടുണ്ട്. ലൈക്കായിട്ട് പ്രശ്നങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഗോകുലം സാർ ഇപ്പം അങ്ങനെയൊക്കെ പുള്ളിയൊക്കെ മറ്റേ 1000 ഓറ. പുള്ളി മറ്റേ സേവിയറിനെ പോലെയാണ്, മറ്റേ നെഞ്ചത്തെ കൈയും തൊട്ടിട്ട്. എന്തായാലും കണ്ടോക്കാം. ട്രെയിലറാണ്. ആശീർവാദിന്റെ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഉള്ളതാണ് തന്നെ. 3 മിനിറ്റ് 50 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ രാജുവേട്ടൻ്റെ കൊച്ചു പടത്തിന്റെ കൊച്ചു ട്രെയിലർ നമുക്ക് കണ്ടുപോകാം. എന്റെ പൊന്നോ, എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്നും പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വെടിവെക്കണം ഞാൻ കരുതുന്നില്ല. ഈ മച്ചാന്റെ പേരെന്തിനാടാ ഞാൻ മറന്നു, എനിക്ക് അറിയാൻ പറ്റില്ല. കിഷോർ കുമാർ. അതാരല്ലേ ബ്രോ? ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, ഇറാഖ്, ചൈന. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. എന്റെ ദൈവമേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവിയല്ലാതെ ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാറിങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? വരട്ടെ ദൈവോത്രം, വരട്ടെ ദൈവോത്രം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ദൈവമേ, എടേ ടൊവിനോ വില്ലനാവോടേ. എന്റെ അമ്മ. We have to end this war. So Stephen, come back. Save your man. Save God's soul. എന്റെ പൊൻവാടാ. എന്റെ ദൈവം, എന്തും കിടിലം ഫ്രെയിംസ് അടേ.
Who are you really? Lucifer. ആ ഒരു സ്ക്രീൻ പ്രസൻസ് നോക്കണേ രണ്ടുപേരുടെയും. ടിക്കറ്റ് കിട്ടോ കിട്ടില്ലേ ഒന്നുമല്ല, തിയേറ്ററിന്റെ പുറത്തല്ല. ഞാൻ മറ്റേ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നമ്മുടെ വനിതയിലെ ഓണറായ ലില്ലോ ചേട്ടന് ടിക്കറ്റിന്റെ കാശ് കൊടുത്തിട്ട് നിന്നായാലും ഞാനായിരുന്നു സിനിമ കണ്ടിരിക്കും. വനിതയില് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കും, ഉറപ്പാണ്. വാട്ട് എ പ്രോമിസിങ് ട്രെയിലർ മാൻ. പക്ഷെ എനിക്ക് എന്നാലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള 3 മിനിറ്റ് 50 സെക്കൻഡ് സംഭവം കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഐ എം ഗോണ വാച്ച് ദിസ് വൺസ് മോർ. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും വീഡിയോയിലേക്ക് എടുത്തിടുന്നില്ല. വീഡിയോ അതിൻ്റെ ഒരിക്കൽ കൂടി ഞാനിരുന്ന് കാണാൻ പോകണം. ബട്ട് ഇത്ര 3 മിനിറ്റ് 50 സെക്കൻഡ് അങ്ങേരെ എന്തെങ്കിലും കാണാതെ ഇടൂലായിരിക്കാം, ശരിയാണ്. ബട്ട് ഇതെല്ലാം കൂടി ഒന്ന് റിവീൽ ചെയ്യേണ്ടായിരുന്നു. സംഭവം കണ്ടോണ്ടിരിക്കാൻ അത്ര രസത്തോടെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും വേണമായിരുന്നു രാജുവേട്ടൻ. പോട്ടെ, രാജുവേട്ടനായോണ്ട് ഞാനൊന്നും പറയുന്നില്ല, രാജുവേട്ടനായോണ്ട് മാത്രമേ. ബട്ട് കിട്ടില്ല. എന്ത് ഫ്രെയിംസ് അളിയാ, എന്തോരം കിട്ടില്ല ഫ്രെയിംസ്. ആ മറ്റേ വാടാന്ന് കാണിക്കുന്ന സാധനം, മരുഭൂമിന്റെ ഇടയിൽ രാജുവേട്ടൻ നിൽക്കുന്നത്, പിന്നെ മറ്റേ ടൊവിനോ വരുന്ന സാധനം, അവസാനമുള്ള ആ രാജുവേട്ടനെ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്തിട്ട് ലാലേട്ടനെ ഇത്രത്തോളം ഫോക്കസ് ചെയ്തിട്ട് നടുക്കൂടി L2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ക്വാളിറ്റി മേക്കിംഗ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കണ്ട പോലത്തെ ഒരു എന്താ പറയുക ഡാർക്ക് ടോണോ ഒരു ഡാർക്ക് തീമോ അതൊന്നുമല്ല. കംപ്ലീറ്റ്ലി കളറോടെ കളറ്. നമുക്ക് ഒരു ലേസർ പ്രൊജക്ഷനൊക്കെ ഉള്ള തിയേറ്ററിലൊക്കെ നല്ല കണ്ണടിച്ചോണ കളറിൽ കാണാൻ പറ്റുന്ന സിനിമയാണത്, ഉറപ്പാണ്. കണ്ടപ്പം തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ഇപ്പോൾ ട്രെയിലർ 3 മിനിറ്റോളം 4 മിനിറ്റോളം വന്ന സ്ഥിതിക്ക് പടം എന്തായാലും 3 മണിക്കൂർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ 2 മണിക്കൂർ സംതിങ് 50 ചില്ലറ എന്ന് കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്നത്തെ കാലത്തെ സിനിമ എന്ന് പറയുന്ന കയ്യാലപ്പുറത്ത് തേങ്ങാന കണക്കാണ്. അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം. നമുക്ക് ഇതുപോലെ പല ട്രെയിലറും കണ്ട് നമ്മൾ ഹൈപ്ഡ് ആയിട്ട് പോയി തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ബിരിയാണിക്ക് വരം കഞ്ഞി വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള കഞ്ഞി കിട്ടിയാലും കുഴപ്പമില്ല, കഞ്ഞി കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിക്കും. അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്, രാജുവേട്ടനോടുള്ള ഇഷ്ടവും ഹോപ്പൊക്കെ കൊണ്ട് അതങ്ങനെ തന്നെ വരട്ടെ, എന്തുകൊണ്ട് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഇതും കൂടി കയ്യിൽ നിന്ന് പോയ ആളിയാ ഞാൻ ഏതെങ്കിലും മൂവിലേക്ക് മാറിയിരുന്ന് കരയോടെ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും 27-ാം തീയതി കാണാം. നാളെ ലൂസിഫർ റിലീസ് ഉണ്ട്, അത് ഞാൻ എന്തായാലും പോയി കാണാം. എന്തായാലും ഞാൻ റിവാച്ച് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ബിഗ് സ്ക്രീനെങ്കിൽ ബിഗ് സ്ക്രീൻ, ഓക്കെ പോട്ടെ, കണ്ടു നോക്കാടായി, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെയൊക്കെയോ വലിയ വലിയ കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പടത്തിൽ. ഇങ്ങനെ ചെറിയ പടമെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1.5 കുട്ടി പടമായി പോയി. എന്തായാലും വരട്ടെ, കണ്ടു നോക്കാം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിംഗേഴ്സ് ക്രോസ്ഡ്.